ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ഗവി മേഖലയിൽ പുറത്തുനിന്നെത്തി താമസിക്കുന്ന ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നീക്കം. ഗവി മീനാർ വനത്തിൽ കഴിഞ്ഞ ദിവസം യുവതി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധത്തിനൊടുവിലാണ് നീക്കം. ഗവി മീനാർ വനത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഗവിയിലെ തോട്ടം തൊഴിലാളികൾ റോഡ് ഉപരോധം ഉൾപ്പെടെ നടത്തി പ്രതിഷേധിച്ചിരുന്നു. ഇതിനൊടുവിൽ KU ജനീഷ് കുമാർ MLA നേതൃത്വത്തിൽ ചേർന്ന റവന്യൂ, വനം, പോലീസ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തൊഴിലാളി യൂണിയൻ നേതാക്കളുമെല്ലാം ചേർന്ന് നടത്തിയ യോഗത്തിലാണ് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി പുതിയ നീക്കം. ഗവി കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട്പോസ്റ്റ് തുറക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങും. പ്രധാന സ്ഥലങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് CCTV ക്യാമറ സ്ഥാപിക്കും. പുറത്തുനിന്ന് വരുന്ന ആളുകൾ തൊഴിലാളി ലയങ്ങളിൽ പ്രവേശിക്കുന്നത് നിർത്തലാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. വനം വകുപ്പിന്റെ കരാർ ജോലികളിൽ തദ്ദേശീയരായ തൊഴിലാളികളെ ഉൾപ്പെടുത്താനും നടപടിയായി. വാച്ചർമാരായി സ്ഥലവാസികളെ കൂടി നിയമിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ട്രെയിനിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നതിനുള്ള മിനിമം തുക ഇരട്ടിയാക്കി ഇന്ത്യൻ റെയിൽവേ. പിഴത്തുക 250 രൂപയിൽ നിന്ന് 500 രൂപയായാണ് ഉയർത്തിയത്. അനധികൃതവും ടിക്കറ്റില്ലാതെയുള്ളതുമായ യാത്രകൾ തടയുന്നതിനും ട്രെയിൻ സർവീസുകൾ സുഗമമായി നടത്തുന്നതിനുമായാണ് പുതിയ തീരുമാനം. ജൻവിശ്വാസ് ആക്ട് 2026 വ്യവസ്ഥകൾ പ്രകാരം 1989 റെയിൽവേ ആക്ടിലെ 137, 138 വകുപ്പുകൾ പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ പിഴത്തുക ജൂൺ 20 മുതൽ 500 രൂപയായി ഉയർത്തിയതായി റെയിൽവേ എക്സിലൂടെ അറിയിച്ചു. പിഴ നടപടികൾ ഒഴിവാക്കുന്നതിനായി യാത്രക്കാർ സാധുവായ ടിക്കറ്റുകളുമായി യാത്ര ചെയ്യണമെന്നും റെയിൽവേ നിയമങ്ങൾ പാലിക്കണമെന്നും റെയിൽവേ അഭ്യർത്ഥിച്ചു. ശരിയായ ട്രെയിൻ, ശരിയായ ക്ലാസ്, ശരിയായ കോച്ച് എന്നിവയിൽ സാധുവായ ടിക്കറ്റോടെ മാത്രം യാത്ര ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ യാത്രക്കാരോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത 4.96 ലക്ഷം ആളുകളിൽ നിന്നായി 40.85 കോടി രൂപയാണ് സെൻട്രൽ റെയിൽവേ സോൺ പിഴയായി ഈടാക്കിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. CMRL എക്സാലോജി കേസിൽ വീണ വിജയന് വീണ്ടും EDയുടെ സമൻസ്. ഈ മാസം 29-ന് ഹാജരാകണം. CMRL എക്സാലോജി കേസിലെ ED അന്വേഷണത്തിൽ വീണ വിജയന് വീണ്ടും സമൻസ്. ഈ മാസം 29-ന് ഹാജരാകാനാണ് ED നിർദ്ദേശം. പരിശോധനകളിൽ SFIO രേഖകൾ ഇനിയും EDക്ക് ലഭിച്ചിട്ടില്ല. കോടതി അനുവദിച്ച 10 ദിവസത്തെ സമയം കഴിഞ്ഞു. ബുധനാഴ്ചയായിരുന്നു അവസാന തീയതി. രേഖകൾക്കായി SFIO അന്വേഷണ സംഘവുമായി ED ചർച്ച നടത്തും. 134 രേഖകളാണ് ലഭിക്കേണ്ടത്. രേഖകൾ ലഭിച്ച ശേഷം മാത്രമേ വീണയെ വീണ്ടും വിളിപ്പിക്കുന്നതിന്റെ തീയതി തീരുമാനിക്കൂ എന്നായിരുന്നു റിപ്പോർട്ടുകൾ. താൽക്കാലിക കണ്ടുകെട്ടലിന്റെ തെളിവ് സമാഹരണമാണ് നിലവിൽ ED നടത്തുന്നത്. 242 അക്കൗണ്ടുകളിലായി 18 കോടി രൂപ മരവിപ്പിച്ചിരുന്നു. ഇതിൽ വീണയുടെ 2 അക്കൗണ്ടും എക്സാലോജിക്കിന്റെ 1 അക്കൗണ്ടും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിച്ച EDക്ക് CMRLുമായുള്ള ഇടപാടിന്റെ രേഖകളൊന്നും കിട്ടിയില്ലെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. ചൊവ്വാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.